സർവ്വരഹസ്യങ്ങളും വെളിച്ചത്ത് വരുന്ന സന്ദർഭമാണത്. ഏത് കാര്യങ്ങളും വെളിച്ചത്ത് വരുന്ന രംഗമാണത്. രഹസ്യമായി ചെയ്തത് പരസ്യമാകുന്ന സ്ഥലമാണത്. ആദരവുള്ളവർക്ക് ആദരവുണ്ട്, നിന്യതയുള്ളവർക്ക് നിന്യതയുണ്ട്. പണത്തിന്റെ പവർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് നേടാൻ കഴിയില്ല, വക്കീലിനെ വെച്ച് വാദിക്കാൻ നിവൃത്തിയില്ല, കൈക്കൂലി കൊടുക്കാൻ വകുപ്പില്ല, മറച്ചുവെക്കാൻ നിവൃത്തിയില്ല. രാജാവിന്റെ കോടതിയാണ് മഹ്ശർ. ആ മഹ്ശറിൽ ഓ സഹോദരന്മാരെ, എല്ലാവരും പേടിയിലാണ്, ബേജാറിലാണ്. കാരണം എന്ത്? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കല്ല ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആ രംഗത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ രൂപഭാവങ്ങളൊക്കെ മാറ്റിപ്പോയി. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു മത്വിയാതും ബിയമീനി. ഭൂമിയുടെ രൂപഭാവങ്ങൾ മാറിപ്പോയി. പർവ്വതങ്ങളില്ല, പർവ്വതങ്ങൾ ധൂളി പോലെ പാറിപ്പോയി. കുഴിയില്ല, കുണ്ടില്ല, ഉയരമുള്ള സ്ഥലങ്ങളില്ല, മുഴുവനും ഖാഅൻ സഫ്സഫാ, ഒരൊറ്റ പലക പോലെ പരത്തിപ്പോയി. ഭൂമി മുഴുവനും പരന്നു കിടക്കുന്നു. ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഉള്ള മഹാന്മാരും മഹദികളും അതേ മറുഭാഗത്ത് തമ്മാടികളും അവിശ്വാസികളും എല്ലാവരും സമ്മേളിക്കുന്നു. ആ സമ്മേളിക്കുന്ന രംഗത്ത് അതാ ജഹന്നമാകുന്ന നരകത്തെ കൊണ്ടുവരുന്നു. 70,000 വട്ടക്കണ്ണികളുള്ള ജഹന്നം. ഓരോ വട്ടക്കണ്ണികൾ 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. ഭയാനകമായ ഒരു രംഗം തന്നെ. ഇന്നിപ്പോൾ 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ വളരെ അടുത്തു വന്നുദിക്കുന്നു. വിയർത്ത് പലരും ഇങ്ങനെ മുങ്ങുന്നു. എല്ലാവരും ഭയപ്പെട്ട് വിറക്കുന്നു. ആ രംഗമാണ് മഹ്ശറ. ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമ്മെ എല്ലാ വീട്ടിലും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ കോടതിയെ കുറിച്ച് ബോധമുള്ളതോടുകൂടി ആയിരിക്കണം ഏത് വാക്കും സംസാരിക്കുന്നത്, ഏത് സദസ്സിലും പോകുന്നത്, ഏത് വാക്കും സംസാരിക്കുന്നത്, എന്തും പ്രവർത്തിക്കുന്നത്, എന്തും ചലിക്കുന്നത്, എന്തും തീരുമാനിക്കുന്നത്. ഭൗതികമായ ലോകം നിലനിൽക്കുന്ന ലോകമല്ല, ഒരിക്കലും തന്നെ അത് നമുക്ക് സുഖിക്കാനുള്ള ലോകമല്ല. അതൊരു യാത്ര പോകുന്ന ലോകമാണ്. നിലനിൽക്കുന്ന ലോകം പാരത്രിക ലോകമാണ്. അവിടെ വിചാരണക്ക് ഹാജരാകാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ആ വിചാരണക്ക് വേണ്ടി ഹാജരാക്കപ്പെട്ട മഹ്ശർ ഒരു ഭാഗത്ത് ഭയാനകമായ നരകമാണ്. ആ നരകമെന്ന് പറഞ്ഞാൽ ഓ ചെറുപ്പക്കാര് ചിന്തിക്കണം. നമ്മൾ സലാത്തിന് വരുന്നു, അല്ലാഹു അതിന്റെ ബറക്കത്ത് നമ്മുടെ ഖൽബിനും നമ്മുടെ ശരീരത്തിനും കുടുംബങ്ങൾക്കും ഒക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, വെറും സലാത്തിന്റെ സദസ്സിൽ പോയാൽ പോരാ, റജബ് 27 മാത്രം ആദരിച്ചാൽ പോരാ. എന്നും നാം കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. എന്നും നാം ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവരാകണം. എന്നും ഫർളായ അമലുകൾ ജീവിതത്തിൽ എടുക്കുന്നവരാകണം. എന്നും സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരാകണം. എല്ലാ പത്രങ്ങളും വായിക്കുന്നുണ്ട്, നേതാക്കളുടെ പ്രസ്താവനകൾ ആർത്തിയോടെ വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മെ പടച്ച രാജാവിന്റെ വചനങ്ങളുള്ള ഖുർആൻ ഒരു ദിവസം നീ പാരായണം ചെയ്യുന്നില്ല. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന് നീ ഒരാശംസ അർപ്പിച്ച് സ്വലാത്ത് ചൊല്ലുന്നില്ല. നീ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ അവസരം കണ്ടെത്തുന്നില്ല. ഈ ജീവിതം മാറ്റിയിട്ട് പടച്ച റബ്ബിന്റെ
നിന്റെ കോടതിയിലെത്തുമ്പോ രക്ഷപ്പെടാനുള്ള വഴികളിൽ എന്റെ ജീവിതം മുഴുക്കെ സാധിച്ചില്ലെങ്കിലും സാധിക്കുന്നതിന്റെ പരമാവധി ഞാൻ സൽക്കർമ്മങ്ങളിൽ മുഴുകണം എന്ന ചിന്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിൽ വേണം. എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നവർ തന്നെ സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങി നിസ്കാരം ഖളാക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, നന്ദിയില്ലാത്ത അടിമകളല്ലേ? ബാലശൈത്താനു ഫീ ഉദ്നിഹി, അങ്ങനെ കിടന്നുറങ്ങുന്നവന്റെ ചെവിട്ടിൽ ശൈത്താൻ മൂത്രമൊഴിച്ചുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ശൈത്താനിന് ക്ലോസറ്റും പിടിച്ച് കിടക്കുന്നവരായി നമ്മൾ അതപ്പതിക്കാൻ പാടുണ്ടോ? നാം ശൈത്താനിനെ അകറ്റുന്നവരാകണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, മോനെ നീ ദിക്ർ ചൊല്ലുന്നു, ദിക്ർ ശൈത്താനിനെ അകറ്റാനുള്ള വഴിയാണ്. പക്ഷേ നീ ദിക്ർ ചൊല്ലിയിട്ട് ശൈത്താൻ അകലുന്നില്ല. കാരണം അറിയാമോ നിനക്ക്? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, നായയെ നീ തെളിച്ചോടിക്കുന്നു, പക്ഷേ നായ ഇഷ്ടപ്പെടുന്ന മാംസത്തിന്റെ കഷ്ണങ്ങൾ നീ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. നായ ആഗ്രഹിക്കുന്ന മാംസത്തിന്റെ കഷ്ണങ്ങൾ നിന്റെ 4 ഭാഗത്തും നീ ബക്കറ്റിൽ വെച്ചിരിക്കുന്നു. നിന്റെ കയ്യിലും നീ മാംസകഷ്ണം പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ മാംസകഷ്ണവും കയ്യിൽ പിടിച്ചിട്ട് നായയെ ശബ്ദമെടുത്ത് നീ ശബ്ദമെടുത്ത് തെളിച്ചാൽ നായയുണ്ടോ? പോകുന്നു. നിന്റെ കയ്യിൽ കാണുന്ന മാംസകഷ്ണത്തിലേക്ക് നായ അടുത്തടുത്ത് വരുന്നത് പോലെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, നീ അല്ലാഹ് അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നു. പക്ഷേ നിന്റെ മനസ്സിൽ ശൈത്താനിനെ പൂജിക്കുന്നു. നീ ശൈത്താൻ നിന്റെ മനസ്സിൽ അഹങ്കാരം കൊണ്ടുവരുമ്പോ നീ അഹങ്കാരത്തിനടിമപ്പെടുന്നു. നീ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നു. നീ നാവുകൊണ്ട് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറയുന്നു. ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഉന്നത സ്ഥാനമുള്ളവനാകണമെന്ന് ഭൗതിക സ്ഥാനം ആഗ്രഹിക്കുന്നു. നീ അള്ള കൽപ്പിച്ചത് കൈയൊഴിക്കുന്നു. നീ അള്ള വിരോധിച്ചതിലേക്ക് ചാടിപ്പോകുന്നു. ഓ മനുഷ്യ, മാംസകഷ്ണവും കയ്യിൽ പിടിച്ചിട്ട് നായയെ തെളിച്ചാൽ നിന്റെ ശബ്ദം കൊണ്ട് നായ പോകുമോ? ഇതുപോലെ നിന്റെ ദിക്റിന്റെ ശബ്ദം കൊണ്ട് നായ പോകാൻ നിന്നതാ ശൈത്താൻ അകലുന്നില്ലെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹിയയിൽ ഓർമ്മപ്പെടുത്തിയില്ലേ? സഹോദരന്മാരെ, നാം നമ്മുടെ മനസ്സ് ക്ലിയറാക്കി ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് പാരത്രിക ലോകത്തൊരു വലിയ വിചാരണയുടെ ദിവസമുണ്ടെന്ന ചിന്തയിൽ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളും ക്രമീകരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് ഫലം ലഭിക്കുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നരകമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ്. അവിടെ കത്തിക്കുന്നത് ഉണക്ക് മരക്കഷ്ണമല്ല, മറിച്ച് പച്ച മനുഷ്യന്മാരെയാണ്. ആ മനുഷ്യരോ അതേ നമ്മെ പഠിപ്പിക്കുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ല് തന്നെ വലിയ പാറ പോലെ വലിപ്പമുള്ളതാണ്. അവന്റെ ബോഡി തന്നെ വലിയ പർവ്വതം കണക്കെ വലിപ്പമുള്ളതാണ്. അങ്ങനെയുള്ള പച്ച മനുഷ്യന്മാരെ കത്തിക്കുന്ന തീയാണ് നരകം. അവിടെ 70 ഇരട്ടിയോളം ചൂടുള്ള തീയാണ്. കുല്ലമാനളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരത്തിലെ തോലിങ്ങനെ കത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിഞ്ഞു പോകുമ്പോ, അത് കരിഞ്ഞു പോകുമ്പോ പിന്നെയും പിന്നെയും തോല് പുതിയത് നൽകി ശിക്ഷിക്കപ്പെടുക തന്നെ. അവിടെ കത്തിക്കപ്പെടുന്ന മറ്റൊരു വസ്തു പാറക്കല്ലുകളാണ് കേട്ടോ. വഖൂദുഹന്നാസു വൽ ഹിജാറ,
ആ തീയിൽ കത്തിക്കപ്പെടുന്നത് പാറക്കല്ലുകളും പച്ച മനുഷ്യന്മാരുമാണ്. ആ നരകാഗ്നിയുണ്ടല്ലോ, അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ കാൽക്കൽ വരുന്നത്, ഞങ്ങൾ സലാത്തിന്റെ സദസ്സിൽ വരുന്നത്, ഞങ്ങൾ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നത്, അവിടുന്ന് അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ദിവസത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത് ആ നരകാഗ്നിയിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾക്ക് മോചനം ലഭിക്കാനാണ്. ഞങ്ങളെ മജ്‌ലിസുകളിൽ നിന്ന് അതിന് മോചനം എഴുതപ്പെട്ടുകൊണ്ടല്ലാതെ അടിമകളായ ഞങ്ങളെ തിരിച്ചേക്കരുത് റഹ്മാനേ. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ ആദരിക്കാൻ വേണ്ടിയും അവിടുന്ന് ജീവിതത്തിൽ വലിയ അനുഭവമായി നമുക്ക് വിവരിച്ചു തന്ന പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്ന ഇസ്രാ മിഅ്റാജ് എന്നതിനോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം